Hi everyone, Prelims examine വേണ്ടിയിട്ടുള്ള 40ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്ക് 3 വീഡിയോസ് തന്നിരുന്നു. അല്ലെ, വീഡിയോ ടാസ്കിൽ 3 വീഡിയോസ് പഠിക്കാൻ വേണ്ടി തന്നിരുന്നു. വീഡിയോ ടാസ്ക് ആയിട്ട് ജോഗ്രഫിയിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 3 വീഡിയോസ് തന്നിരുന്നു. അതിന്റെ എക്സാം നമുക്ക് നാളെ നടത്താം. കാരണം അതോടുകൂടി വീഡിയോ ടാസ്ക് അവിടെ തീരും. ഓക്കെ, വീഡിയോ ടാസ്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, സിലബസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ തീരും. അതുകൊണ്ട് തന്നെ നാളെ ഒരു എക്സാം നടത്താം. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ടാസ്ക് ക്ലോസ് ചെയ്യാം. ഇനി ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, SCRT, ഓക്കെ, SCRT സോഷ്യൽ സയൻസ് ഇതാണ് ഉണ്ടാകുക. അപ്പൊ ഈ മാസത്തോടു കൂടി നമ്മൾ കേരള, ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിസിക്സ്, കെമിസ്ട്രി ഇതെല്ലാം ഈ മാസത്തോടു കൂടി തീരും. അടുത്ത മാസം നമ്മൾ റിവിഷൻ ആയിരിക്കും ചെയ്യുക. ഓക്കെ, റിവിഷന്റെ കൂടെ തന്നെ നമ്മൾ ബയോളജിയും കറണ്ട് അഫയേഴ്സും പഠിക്കും. അപ്പൊ നാളെ വീഡിയോ ടാസ്കിന്റെ എക്സാം ആണ്. വീഡിയോസ് ഏതൊക്കെയാണെന്ന് അറിയാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആ 3 വീഡിയോസും പഠിച്ചു വെക്കുക. അതിന്റെ എക്സാം നമുക്ക് നാളെ നടത്താം. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ്? വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണെന്നാണ് ചോദിച്ചത്. മഹാത്മാഗാന്ധിയുടേതാണ്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നത്. നെക്സ്റ്റ് നോക്കാം. ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി 1916 ലക്നൌവിൽ വെച്ച് ഗാന്ധിജിയെ സമീപിച്ചത് ആര്? ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാനായിട്ട് 1916 ലക്നൌവിൽ വെച്ച് ഗാന്ധിജിയെ സമീപിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ സമീപിച്ചത്. ഓക്കെ, എവിടെ വെച്ചിട്ടാണ്? ലക്നൌവിൽ 1916 രാജ്കുമാർ ശുക്ല. നെക്സ്റ്റ് നോക്കാം. നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം. നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ചോദിച്ചത്. ലക്നൌ സമ്മേളനമാണ് 1916. ഓക്കെ, നേരത്തെ പറഞ്ഞതാണ്. രാജ്കുമാർ ശുക്ല എന്ത് ചെയ്തു? ഗാന്ധിജിയെ കണ്ടു. അങ്ങനെ ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് 1916 ലക്നൌ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് 1916 ലക്നൌ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ആരാണ് പ്രമേയം അവതരിപ്പിച്ചതെന്നാണ് ചോദിച്ചത്. ലക്നൌ സമ്മേളനത്തിൽ ആരാണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ഓക്കെ, ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ് 1916 നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്. ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. നെക്സ്റ്റ് നോക്കാം. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ഒരു ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ്. എന്താണ് ആ വ്യാപാരിയുടെ പേര്? മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ഒരു ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ്. എന്താണ് ആ വ്യാപാരിയുടെ പേര് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ്? ദാദാ അബ്ദുള്ള. ഓക്കെ, ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. നെക്സ്റ്റ് നോക്കാം. ദർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിൽ ഇന്ത്യക്കാരനായതിനാൽ ഗാന്ധിജിയെ ഇറക്കിവിട്ടത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്? ദർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കായിരുന്നു ഗാന്ധിജി പോകേണ്ടിയിരുന്നത്. എന്നാൽ അതിനിടയിൽ തന്നെ ഗാന്ധിജിയെ ഇന്ത്യക്കാരനായതിനാൽ എന്താക്കി? ഇറക്കി വിട്ടു. ഓക്കെ, അപ്പൊ ഏത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയെ ഇറക്കി വിട്ടത്? ആൻസർ എന്താണ്? പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഓക്കെ, പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയെ ഇറക്കി വിട്ടത്. ഗാന്ധിജി എങ്ങോട്ടായിരുന്നു പോകുന്നത്? ദർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കായിരുന്നു പോകുന്നത്. നെക്സ്റ്റ് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹ നടന്ന വർഷം. ചമ്പാരൻ സത്യാഗ്രഹ നടന്ന വർഷമാണ് ചോദിച്ചത്. 1917 ചമ്പാരൻ സത്യാഗ്രഹ നടന്നത്. 1917. നെക്സ്റ്റ് നോക്കാം. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം. അഹമ്മദാബാദ് മിൽ സമരം നടന്നത് 1918. ചമ്പാരൻ സത്യാഗ്രഹം കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ
ചമ്പാരൻ സത്യാഗ്രഹ 1917. അഹമ്മദാബാദ് മിൽ സമരം നടന്നത് 1918. നെക്സ്റ്റ് നോക്കാം, ഗേദയിലെ കർഷക സമരം നടന്ന വർഷം. ഗേദയിലെ കർഷക സമരം നടന്ന വർഷമാണ് ചോദിച്ചത്. അതും 1918. അഹമ്മദാബാദ് മിൽ സമരം നടന്ന അതേ വർഷമാണ് ഗേദയിൽ കർഷക സമരം നടന്നത്, 1918. ചമ്പാരൻ സത്യാഗ്രഹ അതിനൊരു വർഷം മുന്നേ 1917. നെക്സ്റ്റ് നോക്കാം, 1918 കർഷക സമരം നടന്ന ഖേദ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. 1918 കർഷക സമരം നടന്ന ഖേദ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചത്. ഗുജറാത്ത് ആണ് ആൻസർ. ഓക്കെ, ഗുജറാത്തിലാണ് ഖേദ സ്ഥിതി ചെയ്യുന്നത്, ഗുജറാത്ത്. നെക്സ്റ്റ് നോക്കാം, ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? ബീഹാറിലാണ്. ഓക്കെ, ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. നെക്സ്റ്റ് നോക്കാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എപ്പോൾ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. ഏപ്രിൽ 13 1919. ഈ വർഷം എല്ലാവർക്കും അറിയാമെന്നാണ് തോന്നുന്നത്. 1919 ജാലിയൻ വാലാബാഗ് നടന്നത്. ഏപ്രിൽ 13. ഓക്കെ, 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. നെക്സ്റ്റ് നോക്കാം, ആരുടെ അറസ്റ്റിനെ തുടർന്നാണ് 1919 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്? അപ്പൊ ജാലിയൻ വാലാബാഗ് എവിടാണ്? അമൃത്സറിലാണ്. അമൃത്സർ എവിടാണ്? പഞ്ചാബിലാണ്. അപ്പോൾ ആരുടെ അറസ്റ്റിനെ തുടർന്നാണ് ജനങ്ങൾ ഒത്തുകൂടിയത്? സൈഫുദ്ദീൻ കിച്ലുവിന്റെയും സത്യപാലിന്റെയും അറസ്റ്റിനെ തുടർന്നാണ്. ഓക്കെ, സൈഫുദ്ദീൻ കിച്ലുവിന്റെയും സത്യപാലിന്റെയും അറസ്റ്റിനെ തുടർന്നാണ് 1919 അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടിയത്. നെക്സ്റ്റ് നോക്കാം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആര്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് അത് എന്ത് ചെയ്തു? അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. നെക്സ്റ്റ് നോക്കാം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് ചോദിച്ചത്. ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഓക്കെ, നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. നെക്സ്റ്റ് നോക്കാം, വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ചത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ്? വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ചത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ്? നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ടാണ് വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ചത്. നെക്സ്റ്റ് നോക്കാം, താഴെ കൊടുത്തവയിൽ നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണം. താഴെ കൊടുത്തവയിൽ നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് കൊടുത്തു നോക്കാം. ജാമിയ മില്ലിയ, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം. ആൻസർ ഇവയെല്ലാമാണ്. ഓക്കെ, ഇവയെല്ലാം ജാമിയ മില്ലിയയും കാശി വിദ്യാപീഠവും ഗുജറാത്ത് വിദ്യാപീഠവും എന്താണ്? നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ് നോക്കാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് നോക്കാം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്?
ലാഹോർ സമ്മേളനം തന്നെയാണ്. ഓക്കെ, 1929 ലാഹോർ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് തീരുമാനമെടുത്തത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ പൂർണ്ണ സ്വരാജാണ് ഇന്ത്യയുടെ അന്തിമ ലക്ഷ്യം എന്ന് തീരുമാനിച്ചു. നെക്സ്റ്റ് നോക്കാം. 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. നെക്സ്റ്റ് നോക്കാം. ഗാന്ധിജിയുടെ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എപ്പോൾ? ഗാന്ധിജിയുടെ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. അത് നടന്നത് 1942 ഓഗസ്റ്റ് മാസമാണ്. എന്നാൽ ദിവസം ഏതാണ്? ഓഗസ്റ്റ് 9 ആൻസർ. ഓക്കെ, 1942 ഓഗസ്റ്റ് 9 ഗാന്ധിജിയുടെ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. നെക്സ്റ്റ് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിട്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് എപ്പോൾ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനമായിട്ട് പറഞ്ഞതാണെന്നും ഗാന്ധിജി പറഞ്ഞതാണെന്നെല്ലാം നമുക്കറിയാം. ഇതിനു മുമ്പ് തന്നെ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആരുടെ വാക്കുകളാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് അതല്ല, ഇത് എപ്പോഴാണ് പറഞ്ഞത്, ഡേറ്റ് ആണ് ചോദിച്ചത്. 1942 ഓഗസ്റ്റ് 8 പറഞ്ഞത്. ഓക്കെ, ഒരു ദിവസം മുന്നേ, അതായത് ക്വിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് 9 ഡേറ്റ്. അതിനൊരു ദിവസം മുന്നേ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിട്ട് ഗാന്ധിജി പറഞ്ഞതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇപ്പൊ ഡേറ്റ് ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് 8. നെക്സ്റ്റ് നോക്കാം. പൊതുജന വികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിനുള്ള കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരെ ഇങ്ങനെ പറഞ്ഞത് ആര്? ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. അതിനെതിരെ ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിച്ചത്. സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിത്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിത്. നെക്സ്റ്റ് നോക്കാം. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര്? ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? CR ദാസ് ആണ്. ഓക്കെ, ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ് ആണ്. നെക്സ്റ്റ് നോക്കാം. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. ഓക്കെ, CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. നെക്സ്റ്റ് നോക്കാം. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ വർഷം. സ്വരാജ് പാർട്ടിക്ക് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി രൂപം നൽകിയത് ഏത് വർഷമാണ്? 1923. ഓക്കെ, ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. നെക്സ്റ്റ് നോക്കാം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനക്ക് രൂപം നൽകിയ വർഷം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനക്ക് രൂപം നൽകിയത് 1928. സ്വരാജ് പാർട്ടി 1923, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പാർട്ടി 1928. നെക്സ്റ്റ് നോക്കാം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നതിന് നേതൃത്വം കൊടുത്തത് ആര്? 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത്. ആരാണ് നേതൃത്വം കൊടുത്തത്? ഓപ്ഷൻസ് നോക്കാം. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ്. ആരാണ്? ഇവരെല്ലാമാണ്. ഓക്കെ, ഇവരെല്ലാം കൂടി സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ്. നെക്സ്റ്റ് നോക്കാം. റിപ്പബ്ലിക്കൻ ആർമി എന്ന സേനാ വിഭാഗം താഴെ കൊടുത്തവയിൽ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
റിപ്പബ്ലിക്കൻ ആർമി എന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ സേനാ വിഭാഗമാണ്. ഓക്കെ, റിപ്പബ്ലിക്കൻ ആർമി എന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ സേനാ വിഭാഗമാണ്. ഏത് വർഷമാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത്? 1928. എന്നാൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി രൂപീകരിച്ചത് ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, പിന്നെ ചന്ദ്രശേഖർ ആസാദ് എന്നിവരാണ്. ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് എപ്പോൾ? ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് എപ്പോൾ എന്നാണ് ചോദിച്ചത്. 1931 മാർച്ച് 23-നാണ്. ഓക്കെ, 1931 മാർച്ച് 23-നാണ് ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്കുമാറിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത്. 1931 മാർച്ച് 23. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പഠിക്കുന്നത്. ഇത് നിങ്ങൾ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി നിങ്ങൾ റിവിഷന് വേണ്ടി കുറച്ച് സമയം ഡെയിലി മാറ്റി വെക്കണം. ഓക്കെ, അതായത് ഇത്രയും കാലം പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ റിവിഷൻ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകും. അപ്പൊ നിങ്ങളുടെ ടൈം അനുസരിച്ച് പലർക്കും പല ടൈം ആയിരിക്കും ഉണ്ടാകുക. ചിലർക്ക് കൂടുതൽ സമയം പഠിക്കാനുണ്ടാവും, ചിലർക്ക് കുറച്ച് സമയം പഠിക്കാനുണ്ടാവുള്ളൂ. ജോലി ചെയ്യുന്നവരെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ പഠിച്ചിട്ടില്ല ഈ 40ഓളം ക്ലാസ്സുകൾ ഇപ്പം തന്നെ എടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ ഇത്ര പഠിക്കുമെന്ന് തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി ഒരു ടൈം മാറ്റി വെക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. അതിൽ ഏത് ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നു എന്നും ഏത് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നും നോക്കുക. ആൻസർ കിട്ടാത്തത് മാത്രം നിങ്ങളുടെ നോട്ടിലേക്കൊന്ന് മാറ്റി എഴുതി വെക്കുക. ഓക്കെ, പിന്നെ ഈ 40 ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുന്നതാണ് ഏത്, വീഡിയോ ടാസ്കും വീക്ക്ലി ടാസ്കും. വീക്ക്ലി ടാസ്കിൽ ഞാൻ നിങ്ങൾക്ക് 100ഓളം ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വീക്ക്ലി ടാസ്ക് ഇനിയും ചെയ്യാനുണ്ട്, ഈ മാസം നമ്മൾ ചെയ്യും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ വീഡിയോ ടാസ്കും ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിന്റെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം വീഡിയോ ടാസ്കിന്റെയും വീക്ക്ലി ടാസ്കിന്റെയും നോട്ടുകൾ എഴുതി വെക്കണം. ഞാനത് വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് പോകരുത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം വീഡിയോ ടാസ്കിലും വീക്ക്ലി ടാസ്കിലും പറയുന്നുണ്ട്. SCRTക്ക് പുറമേ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. വീഡിയോ ടാസ്കിന്റെ നോട്ട് ഉണ്ടാക്കി വെക്കുക, അതുപോലെ തന്നെ വീക്ക്ലി ടാസ്കിന്റെ നോട്ട് ഉണ്ടാക്കി വെക്കുക. അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനും നിങ്ങൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നാളത്തേക്ക് നിങ്ങൾ വീഡിയോ ടാസ്കിലെ ആ 3 വീഡിയോസ് പഠിച്ചു വെക്കുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്